അപ്പം നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രി ചാപ്റ്റർ 3 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കോവാലൻ്റ് ബോണ്ടിങ് സഹസംയോജന ബന്ധനമാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? സഹസംയോജന ബന്ധനം അല്ലെങ്കിൽ കോവാലൻ്റ് ബോണ്ടിങ്. കോവാലൻ്റ് ബോണ്ടിങ് 3 ടൈപ്പ് ഉണ്ട്. സിംഗിൾ ബോണ്ട് ചേർന്നുണ്ടാകുന്നത്, അതുപോലെ തന്നെ ഡബിൾ ബോണ്ട്, ദ്വയബന്ധനം, ഏകബന്ധനം, ത്രിബന്ധനം, ട്രിപ്പിൾ ബോണ്ട്. ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനമുണ്ടായി മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ ദ്വയബന്ധനം, ഏകബന്ധനം. ഇപ്പോൾ ഫ്ലൂറിൻ്റെ കേസ് നോക്കൂ. ഫ്ലൂറിൻ എങ്ങനെയാണ്? ഫ്ലൂറിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ്. കാരണം അറ്റോമിക് നമ്പർ 9 ആണ്. അപ്പോൾ 2, 7 വരും. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ല്, ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 2 ആറ്റം ചേർന്നാണ് F2 മോളിക്യൂൾ ഉണ്ടാവുന്നത്, F2 തന്മാത്ര ഉണ്ടാവുന്നത്. അപ്പോൾ 2 ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എഫിൻ്റെ വരയ്ക്കുക. എഫ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറിന്. ഇനി കോവാലൻ്റ് ബോണ്ടിങ് സഹസംയോജന ബന്ധനത്തിൽ ഇലക്ട്രോൺസ് സ്റ്റേബിൾ ആവാൻ വേണ്ടി, ഒക്ടറ്റ് കോൺഫിഗറേഷൻ അഷ്ടക വിന്യാസം നടക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയല്ല, പകരം അവർ ഇലക്ട്രോൺസിനെ പങ്കുവെച്ചാണ് നിൽക്കുന്നത്. ഷെയർ ചെയ്താണ് ഇലക്ട്രോൺസിനെ അവർ നിർത്തുന്നത്. അങ്ങനെയാണ് അവർ അഷ്ടക വിന്യാസം പൂർത്തിയാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ആണ്. അപ്പോൾ 1 ഇലക്ട്രോൺസും കൂടെ നേടിയാൽ ഫ്ലൂറിന് എന്താവും? അഷ്ടവിന്യാസമാവും, ഒറ്ററ്റ് കോൺഫിഗറേഷൻ ആവും. അപ്പോൾ ഈ 2 ഫ്ലൂറിനും 1 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കാൻ പറ്റത്തില്ല. പകരം അവർക്ക് ഓരോ ഇലക്ട്രോണിനെ വെച്ച് ഷെയർ ചെയ്ത് പങ്കുവെച്ച് നിൽക്കാം. അപ്പോൾ എഫ് വരയ്ക്കുക. ഓരോ ഇലക്ട്രോണിനെ ഫ്ലൂറിൻ്റെ ഇടയ്ക്ക് കൊടുക്കുക. ബാക്കി 6 ഇലക്ട്രോൺ ചുറ്റും വരയ്ക്കുക. അതിനുശേഷം അത് സർക്കിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫ്ലൂറിനും 2, 4, 6 ഇലക്ട്രോൺ ചുറ്റിനും വരയ്ക്കുക. 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്ന പോലെ സർക്കിളിനകത്താക്കി വെക്കുക. അപ്പോൾ നോക്കൂ, ഈ 2 ഇലക്ട്രോൺ എന്താണ്? ഇവർക്ക് 2 പേർക്കും ഷെയർ ചെയ്ത് പങ്കുവെച്ചാണ് നിൽക്കുന്നത്. നോക്കൂ, 8 ഇലക്ട്രോൺ ആയില്ലേ ഒരു ഫ്ലൂറിന് ചുറ്റും? 2, 4, 6, 8. ഈ ഫ്ലൂറിൻ നോക്കിയാലും 2, 4, 6, 8. പക്ഷേ ഇതെന്ത് ചെയ്യുന്നില്ല? വിട്ടുകൊടുക്കുന്നില്ല. അവർ പങ്കുവെച്ച് 2 പേർക്കും ഈക്വലായിട്ട് അവർ പങ്കുവെച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 2 ഇലക്ട്രോൺസ്, 1 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ അതെന്താണ്? അവരുടെ 2 പേരുടെ ഇടയ്ക്ക് ഏകബന്ധനമാണ്, സിംഗിൾ ബോണ്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ കോവലൻ്റ് ബോണ്ടിങ് സഹസംയോജന ബന്ധനം കാണിക്കുന്നത്. ഇനി ഓക്സിജൻ്റെ കേസ് നോക്കൂ. ഓക്സിജൻ 2, 6 ആണ്. അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പോൾ 2, 6 എന്നാണ് ഇലക്ട്രോണിക് വിന്യാസം വരുന്നത്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ല്, ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 2 ഓക്സിജൻ ആറ്റം ചേർന്നാണ് ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പോൾ 6 ഇലക്ട്രോൺസേ ഉള്ളൂ ബാഹ്യതമ ഷെല്ലിൽ. ഇനി 2 ഇലക്ട്രോൺസ് വേണം ഒക്ടറ്റ് ഫില്ലാവാൻ, അല്ലെങ്കിൽ ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആവാൻ, അല്ലെങ്കിൽ അഷ്ടവിന്യാസം ആവാൻ. ഇനി 2 ഇലക്ട്രോൺസും കൂടെ 2 ഓക്സിജൻ ആറ്റത്തിനും വേണം. പക്ഷെ എന്താണ്? വിട്ടുകൊടുക്കാനോ വാങ്ങാനോ പറ്റത്തില്ല. എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? സഹസംയോജന ബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് പങ്കുവെച്ച്, ഇലക്ട്രോൺസിനെ പങ്കുവെച്ച് നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ 2, 4 ഇലക്ട്രോൺസ് 2 ഓക്സിജനുമായിട്ടുള്ള 2 ഇലക്ട്രോൺസിനെ വെച്ച് അവർ പങ്കുവെച്ച് നിൽക്കുന്നു. അങ്ങനെ അവിടെ എന്താണ്? ഡബിൾ ബോണ്ടാണ് ഉണ്ടാകുന്നത്. 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഓക്സിജൻ ഡബിൾ ബോണ്ട് OH. ബാക്കി ചുറ്റും 4 ഇലക്ട്രോൺസ് വരും. ഷെയറിങ്ങിൻ്റെ അവിടെ 4 ഇലക്ട്രോൺസ് വരും. കാരണം എന്നാലേ 8 ഇലക്ട്രോൺസ് ആവുള്ളൂ. 2, 4, 6, 8. 4 ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺ, 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എന്തായിരിക്കും? ഡബിൾ ബോണ്ടാണ്, ദ്വയബന്ധനമാണ്. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് വിന്യാസം 2, 5. ഔട്ടർമോസ്റ്റ് ഷെല്ല്, ബാഹ്യതമ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 5 ഇലക്ട്രോണിനെ കൊടുക്കുന്നു. ഇനി 3 ഇലക്ട്രോണും കൂടെ വാങ്ങിച്ചാൽ അത് ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഫില്ലാവത്തുള്ളൂ അല്ലേ? ഓൾറെഡി 5 ഉള്ളൂ. ഇപ്പോൾ ഇനി എത്ര എണ്ണം കൂടെ വേണം? 8 ആവണമെങ്കിൽ 3 ഇലക്ട്രോണിനെയും കൂടെ വാങ്ങണം. അപ്പോൾ എന്താണ്? ഇവിടെ എന്താ ചെയ്യാനേ പറ്റത്തുള്ളൂ? ഷെയർ ചെയ്ത്. അപ്പോൾ ഈ നൈട്രജനിലുള്ള 3 ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ നൈട്രജൻ്റെ കേസ് എടുത്താലും നമുക്ക് എങ്ങനെയാണ്? നൈട്രജൻ എന്ന് പറയുന്നത് 7 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ കോൺഫിഗറേഷൻ വരും, വിന്യാസം വരുമ്പോഴത്തേക്ക് 2, 5 എന്നാണ്. ഇവിടെ എന്താണ്? 3 ഇലക്ട്രോണും കൂടെ വന്നാലേ ഒക്ടറ്റ് കോൺഫിഗറേഷൻ അഷ്ടവിന്യാസം പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ.
അപ്പം എന്താണ്, വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. 3 ഇലക്ട്രോൺസിനെ ഈ നൈട്രജനിൽ നിന്ന് വാങ്ങി അതെന്ത് ചെയ്തു, പങ്കുവെച്ച് നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ നൈട്രജൻ ഒക്ടറ്റ് കോൺഫിഗറേഷൻ ഫില്ല് ആവാൻ ഈ നൈട്രജനിൽ നിന്നുള്ള 3 ഇലക്ട്രോണിനെ അതും വാങ്ങുന്നു. കണ്ടോ, ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. N 6 ഇലക്ട്രോൺസ് ആണ് അവർ ഷെയർ ചെയ്ത്, രണ്ടുപേരുടെയും കൂടെ ചേർന്ന് 6 ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്തത്. 6 ഇലക്ട്രോൺസ് വരുമ്പോൾ 3 പെയർ ആണ്. 3 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, 3 ജോഡിയുണ്ട്. അപ്പോൾ എന്താ, അവരുടെ ഇടയ്ക്ക് നൈട്രജൻ്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനമാണ് വരുന്നത്. ഇലക്ട്രോൺസിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഇപ്പോൾ ഫ്ലൂറിൻ്റെ കേസ് വരുമ്പോൾ ഏകബന്ധനമാണ് അവരുടെ ഇടയ്ക്ക്. കാരണം ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺസേ അവർ പങ്കുവെച്ച് നിൽക്കുന്നുള്ളൂ. ഇനി ഓക്സിജൻ്റെ കേസ് വരുമ്പോൾ 4 ഇലക്ട്രോൺസിനെ അവർ പങ്കുവെച്ച് നിൽക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 2 പെയർ ഓഫ് 2 ജോഡി അവർ ഇലക്ട്രോൺസ് പങ്കുവെച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഡബിൾ ബോണ്ട് വരുന്നു. ഇവിടെ ആണെങ്കിൽ 3 പെയർ ഓഫ് ഇലക്ട്രോൺസ്, 3 ജോഡി ഇലക്ട്രോൺസിന് അവർ പങ്കുവെച്ച് ഇരിക്കുന്നുണ്ട്. മൊത്തത്തിൽ 6 ഇലക്ട്രോൺസ്. അങ്ങനെ നൈട്രജൻ്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനമാണ് ഉണ്ടാകുന്നത്. രാസബന്ധനം എങ്ങനെയാണെന്ന് നോക്കാം. അതും എന്താണ്, കോവാലന്റ് ബോണ്ടിങ് ആണ്. ഇലക്ട്രോൺസ് ഷെയർ ചെയ്യപ്പെടുന്നത്, പങ്കുവെച്ചാണ് ഇലക്ട്രോൺസുകൾ നിൽക്കുന്നത്. നോക്കൂ, ഹൈഡ്രജന് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. ക്ലോറിൻ 7 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അത് സ്റ്റേബിൾ ആവണമെങ്കിൽ, സ്ഥിരതയുള്ളതാവണമെങ്കിൽ 1 ഇലക്ട്രോണിനെ നേടിയാലേ അത് ഒക്ടറ്റ് കോൺഫിഗറേഷൻ, അഷ്ടവിന്യാസം പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും കൂടെ ചേർത്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ ഉണ്ടാവണമെങ്കിൽ ഇവിടെ എന്താ ഉണ്ടാവണം, ഹൈഡ്രജൻ ആണെങ്കിൽ 1 ഇലക്ട്രോണും കൂടെ വാങ്ങണം അല്ലേ, അത് സ്റ്റേബിൾ ആവണമെങ്കിൽ. ക്ലോറിൻ ആണെങ്കിൽ 1 ഇലക്ട്രോണും കൂടെ വാങ്ങണം, അത് സ്റ്റേബിൾ ആവണം. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, ഷെയർ ചെയ്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ. ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോണും ക്ലോറിൻ്റെ 1 ഇലക്ട്രോണും കൂടെ ഷെയർ ചെയ്ത് നിൽക്കുമ്പോൾ ഇവരെന്താവും, സ്റ്റേബിൾ ആവും. അപ്പോൾ അവരുടെ ഇടയ്ക്ക് എന്തായിരിക്കും, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസുകളേ ഉള്ളൂ, ഒരു ജോഡി. അപ്പോൾ എന്താണ്, സിംഗിൾ ബോണ്ടാണ് HCl തമ്മിലുണ്ടാകുന്നത്. അത് നോക്കൂ, ഹൈഡ്രജന് ക്ലോറിന് ചുറ്റും 6 ഇലക്ട്രോണ്, ബാക്കി 1 ഇലക്ട്രോണ് ഈ 2 സർക്കിളും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്ത്. ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോണ് ഈ 2 സർക്കിളും ജോയിൻ ചെയ്യുന്ന ആ ഭാഗത്താണ്. അപ്പോൾ എന്താണ്, ഹൈഡ്രജനും ഈ 2 ഇലക്ട്രോൺ ഉപയോഗിച്ച് സ്റ്റേബിൾ ആവുന്നുണ്ട്. ക്ലോറിൻ ഹൈഡ്രജനിൽ നിന്നുള്ള 1 ഇലക്ട്രോണും കൂടെ വാങ്ങിച്ച് അതും സ്ഥിരതയുള്ളതാവുന്നു. അങ്ങനെ ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇവരുടെ ഇടയ്ക്ക് ഒരു ജോഡി ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട്, ഏകബന്ധനമാണ് കാണപ്പെടുന്നത്. ഇവിടെ നോക്കൂ, വാട്ടർ മോളിക്യൂളിൻ്റെ കെമിക്കൽ ബോണ്ടിങ് റെപ്രസെൻറ്റേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ജല തന്മാത്രയുടെ രാസബന്ധനമാണ് നൽകിയിരിക്കുന്നത്. അപ്പം 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ് വാട്ടർ മോളിക്യൂൾ, നമുക്കറിയാം H2OL. ഹൈഡ്രജൻ ആണെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണ്, അതുപോലെ തന്നെ ഓക്സിജൻ ആണെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോണ്. അപ്പോൾ അത് സ്റ്റേബിൾ ആവണമെങ്കിൽ 2 ഇലക്ട്രോണും കൂടെ ഓക്സിജന് കിട്ടണം. അപ്പോൾ ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഹൈഡ്രജനിൽ നിന്നുള്ള ഓരോ ഇലക്ട്രോണും ആർക്ക് കൊടുക്കുന്നു, ഓക്സിജന് കൊടുക്കുന്നു. അങ്ങനെ ഓക്സിജൻ സ്റ്റേബിൾ ആവുന്നു. ഹൈഡ്രജനിൽ നിന്നുള്ള ഓരോ ഇലക്ട്രോണിൻ്റെ കൂടെ ഓക്സിജൻ്റെ 1 ഇലക്ട്രോണും കൂടെ വാങ്ങി ഹൈഡ്രജനും സ്റ്റേബിൾ ആവുന്നു. അങ്ങനെ 2 ഇലക്ട്രോണും 2 ഹൈഡ്രജനും കിട്ടുന്നു. ഓക്സിജനും 2 ഹൈഡ്രജനിൽ നിന്നുള്ള അവസാനത്തെ ഷെല്ലിൽ ഓരോ ഇലക്ട്രോൺസും ഓക്സിജനും കിട്ടും. ഹൈഡ്രജൻ ആകെ അറ്റോമിക് നമ്പർ 1 ആണ്. അതിൽ ഔട്ടർമോസ്റ്റ് ഷെല്ല് ആകെ ഒരു ഷെല്ലേ ഉള്ളൂ, അതിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വരും, ഹൈഡ്രജന് ഓക്സിജന് ഹൈഡ്രജൻ വരയ്ക്കുക. എന്നിട്ട് ബാക്കി 4 ഇലക്ട്രോൺസ് എന്താണ്, ഓക്സിജൻ്റെ കൂടെയും. ഇനി ആ സർക്കിളിലാണ് ഓക്സിജൻ്റെ ഓരോ ഇലക്ട്രോൺസ് വരുന്നത്. പിന്നീട് ഹൈഡ്രജൻ്റെ ഓരോ ഇലക്ട്രോൺസും ഈ സർക്കിളിൻ്റെ നടുഭാഗത്തായിട്ട് വരുന്നു. നോക്കൂ, ഹൈഡ്രജൻ 2 ഇലക്ട്രോൺസിന് വാങ്ങി അതെന്തായി, സ്റ്റേബിളായി. അതുപോലെ തന്നെ ഈ ഹൈഡ്രജനും 2 ഇലക്ട്രോൺസ് പങ്കുവെച്ച് അതും എന്തായി, സ്റ്റേബിളായി. 1 ഇലക്ട്രോൺ ഓക്സിജനിൽ നിന്നാണ്. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ നേടി ഈ ഹൈഡ്രജനും സ്റ്റേബിളായി. ഓക്സിജൻ നോക്കൂ, 2, 4, ബാക്കി 6 ആയിരുന്നു. ഓരോ ഇലക്ട്രോൺസ് ഹൈഡ്രജനിൽ നിന്ന് ഷെയർ ചെയ്ത് പങ്കുവെച്ച് അവരും എന്തായി, സ്റ്റേബിളായി. ഇങ്ങനെയാണ് H2O തന്മാത്രയുടെ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂളിൻ്റെ കെമിക്കൽ ബോണ്ട് റെപ്രസെൻറ്റേഷൻ. ഇവിടെ എല്ലാം എന്താണ്, ഓരോ ജോഡി ഇലക്ട്രോൺസേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്താണ്, ഇവരുടെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ടാണ് ഉണ്ടാകുന്നത്. കോവാലന്റ് ബോണ്ടിങ്, സഹസംയോജന ബന്ധനം വഴി ഉണ്ടാകുന്ന കോമ്പൗണ്ട്സിന് സംയുക്തങ്ങളെ സഹസംയോജക സംയുക്തങ്ങൾ, കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു.
കൂടുതലും നോൺ മെറ്റൽസ് കമ്പൈൻ ചെയ്താണ് കോവാലന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിച്ചാണ് സാധാരണയായിട്ട് സഹസംയോജക സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ഇനി എന്തൊക്കെയാണ് പൊതു സവിശേഷതകൾ സഹസംയോജക സംയുക്തങ്ങളുടെ കോവാലന്റ് കോമ്പൗണ്ട്സിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്ന്, കോവാലന്റ് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ്. സഹസംയോജക സംയുക്തങ്ങൾ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. ഇവ പൊതുവെ ജലത്തിൽ ലയിക്കുന്നില്ല. ദേ ആർ സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവൻസ് ലൈക്ക് കെറോസിൻ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ എക്സെട്ര. മണ്ണെണ്ണ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ മുതലായ ഓർഗാനിക് ലായകങ്ങളിൽ ഇവ ലയിക്കാറുണ്ട്. ദേ ആർ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആർ യൂഷ്വലി ലോ. ഇവയുടെ ഉരുകൽ നിലയും തിളനിലയും പൊതുവെ കുറവാണ്. ജനറലി ദേ ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സാധാരണയായി ഇവ വൈദ്യുതി ചാലകങ്ങളല്ല. അപ്പോൾ എന്തൊക്കെയാണ് സഹസംയോജക സംയുക്തങ്ങളുടെ പൊതു സവിശേഷതകൾ? കോവാലന്റ് കോമ്പൗണ്ട്സിൻ്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിരിക്കണം. കോവാലന്റ് കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ്. കോവാലന്റ് കോമ്പൗണ്ട് സഹസംയോജക സംയുക്തങ്ങൾ ഖരം സോളിഡ്, ദ്രാവകം ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്നു. ദേ ആർ ജനറലി ഇൻസോലുബിൾ ഇൻ വാട്ടർ. കോവാലന്റ് കോമ്പൗണ്ട്സ് പൊതുവെ ജലത്തിൽ ലയിക്കുന്നില്ല. ഇൻസോലുബിൾ ഇൻ വാട്ടർ. സഹസംയോജക സംയുക്തങ്ങൾ ജലത്തിൽ ലയിക്കുന്നില്ല. ദേ ആർ സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവൻസ്. അവ ഓർഗാനിക് സോൾവൻസിൽ സോലുബിൾ ആണ്. ഓർഗാനിക് സോൾവൻസിൽ സഹസംയോജക സംയുക്തങ്ങൾ ഓർഗാനിക് സോൾവൻസിൽ ഓർഗാനിക് ലായകങ്ങളിൽ ലയിക്കാറുണ്ട്. കെറോസിൻ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ പോലെയുള്ള ഓർഗാനിക് സോൾവൻസിൽ ഓർഗാനിക് ലായകങ്ങളിൽ സഹസംയോജക സംയുക്തങ്ങൾ കോവാലന്റ് കോമ്പൗണ്ട്സ് ലയിക്കാറുണ്ട്. ദെയർ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആർ യൂഷ്വലി ലോ. ഇവയുടെ ഉരുകൽ നിലയും തിളനിലയും പൊതുവെ കുറവാണ്. ദേ ആർ നോട്ട് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സാധാരണയായി ഇവ വൈദ്യുതി ചാലകങ്ങളല്ല. സഹസംയോജക സംയുക്തങ്ങൾക്ക് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറവാണ്. തിളനിലയും ഉരുകൽ നിലയും കുറവാണ്. അവർ വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. അപ്പം ഇത്രയുമാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സഹസംയോജക സംയുക്തങ്ങളുടെ പൊതു സവിശേഷതകൾ. ഇലക്ട്രോനെഗറ്റിവിറ്റി. ദി റിലേറ്റീവ് എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് between the covalently bonded atoms towards itself is called electronegativity. സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട 2 ആറ്റങ്ങൾക്കിടയിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ ആപേക്ഷിക കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇപ്പോൾ HF എടുക്കുകയാണെങ്കിൽ എച്ചും എഫും തമ്മിൽ ഒരു ജോഡി ഓഫ് ഇലക്ട്രോൺസ് ആണ് ഒരു ജോഡി ഇലക്ട്രോണുകളാണ് അവർ പങ്കുവെച്ച് നിൽക്കുന്നത്. കാരണം ഹൈഡ്രജൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണ്, അത് സ്റ്റേബിൾ ആവാൻ വേണ്ടി ഫ്ലൂറിൻ എത്ര ഇലക്ട്രോൺസ് ആണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ? 7 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6. അപ്പോൾ ഈ 7 ഇലക്ട്രോൺസ് ആണ് ആരിലുള്ളത്? ഫ്ലൂറിനിലുള്ളത്. അപ്പോൾ ഈ ഫ്ലൂറിൻ എന്ത് ചെയ്യും? ഹൈഡ്രജനിലുള്ള ഒരു ഇലക്ട്രോണും കൂടെ വാങ്ങിച്ച് അത് സ്റ്റേബിളാവും. ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഫ്ലൂറിനിൽ നിന്നുള്ള ഒരു ഇലക്ട്രോണും കൂടെ വാങ്ങിച്ച് ഹൈഡ്രജന് സ്റ്റേബിളാവും. അപ്പോൾ എന്താണ്? രണ്ടുപേരും സ്റ്റേബിളായി. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ പറയുന്നത്? അപ്പോൾ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 ആറ്റങ്ങൾക്കിടയിലുള്ള ഈ പങ്കുവെച്ച് നിൽക്കുന്ന ഇലക്ട്രോൺ ജോഡിയെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിൻ്റെ ആപേക്ഷിക കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ദി റിലേറ്റീവ് എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദി ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. പങ്കുവച്ചിരിക്കുന്ന ഈ ഇലക്ട്രോൺ അവയെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള ഓരോ ആറ്റത്തിൻ്റെയും കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. ഇത് ആവിഷ്കരിച്ചത് ലിനസ് പോളിംഗ് എന്ന് പറയുന്ന അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ചത് ലിനസ് പോളിംഗ്. ആരാണ്? ലിനസ് പോളിംഗ്. ഓർത്തോണം, ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ചത്, പ്രൊപ്പോസ് ചെയ്തത് ലിനസ് പോളിംഗ്. അതിൽ 0 to 4 വരെയുള്ള വാല്യൂസാണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയിലുള്ള വാല്യൂസ്. 0 മുതൽ 4 വരെ
മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് ആണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് വാല്യൂ ഉള്ള മൂലകം ഫ്ലൂറിനാണ്. ഇലക്ട്രോനെഗറ്റീവ് സ്കെയില് ആവിഷ്കരിച്ചത് പ്രപ്പോസ് ചെയ്ത ലിനസ് പോളിംഗ് ആണ്. അതുപോലെ തന്നെ 0 to 4 വരെയാണ് സ്കെയിലിലുള്ള വാല്യൂസ്. കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് വാല്യൂ ഉള്ളത് ഫ്ലൂറിനുമാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്ലൂറിന് 3.98 ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ. അപ്പം നമുക്ക് ഒരു സംയുക്തത്തിൻ്റെ സ്വഭാവം അയോണികമാണോ, അയോണിക് ആണോ, അതോ സഹസംയോജക സ്വഭാവമാണോ, കോമ്പൗണ്ടിൻ്റെ നേച്ചർ കോവാലൻ്റ് ആണോ, അയോണിക് ആണോ എന്ന് നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂവിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു സംയുക്തത്തിൻ്റെ ഘടകമൂലങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം 1.7 തുല്യമോ അതിലധികമോ ആണെങ്കിൽ അവ അയോണിക് സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. 1.7 നമ്മൾ കുറയ്ക്കുമ്പോൾ 1.7 അല്ലെങ്കിൽ അതിന് മുകളിലോ ആണ് കിട്ടുന്നതെങ്കിൽ അവ എന്തായിരിക്കും? അയോണിക് ആയിരിക്കും. അയോണിക് സ്വഭാവമായിരിക്കും കാണിക്കുന്നത്. ഇനി 1.7 താഴെയാണ് വാല്യൂ കിട്ടുന്നതെങ്കിൽ, കുറവാണ് നമുക്ക് വാല്യൂ കിട്ടുന്നതെങ്കിൽ അവ സഹസംയോജക കോവാലൻ്റ് നേച്ചറായിരിക്കും ആ കോമ്പൗണ്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വാല്യൂസ് തരും ക്വസ്റ്റ്യനിൽ. അവ വലിയതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. അങ്ങനെ വ്യത്യാസം കണ്ടുപിടിക്കുമ്പോൾ വാല്യൂസ് 1.7 തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ 1.7 മുകളിൽ ആ വാല്യൂ കിട്ടുന്നതെങ്കിൽ അത് അയോണിക സ്വഭാവം, അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. ഇനി 1.7 താഴെയാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നതെങ്കിൽ അവ കോവാലൻ്റ് അല്ലെങ്കിൽ സഹസംയോജക സ്വഭാവമായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞു തരാം. നമുക്ക് കോമ്പൗണ്ട്സ് ഇങ്ങനെ തന്നിട്ട് അവരുടെ സ്വഭാവം അയോണിക് ആണോ കോവാലൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ തരും. അപ്പം നമ്മൾ ഏറ്റവും വലിയ വാല്യൂവിൽ നിന്ന് ചെറിയ വാല്യൂ എന്ത് ചെയ്താൽ മതി? അവരിലുള്ള ആൾക്കാർ ആരാന്ന് വെച്ചാൽ അവരുടെ വാല്യൂസും നമുക്ക് തന്നിട്ടോ. ഇപ്പം സോഡിയം ക്ലോറൈഡ് NaCl, ക്ലോറിൻ്റെ വാല്യൂ 3.16 ആണ്, സോഡിയത്തിൻ്റെ 0.93 ആണ്. അപ്പോൾ വലിയ വാല്യൂയിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ 1.7 അതിന് മുകളിലോ ആണെങ്കിൽ അത് അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. ഇനി നമുക്ക് കിട്ടുന്ന വാല്യൂ 1.7 താഴെയാണെങ്കിൽ അത് കോവാലൻ്റ് സഹസംയോജക കോമ്പൗണ്ട് ആയിരിക്കും. ഒന്നുകൂടെ പറയാം, 1.7 അതിനു മുകളിലാണെങ്കിൽ അത് അയോണിക് കോമ്പൗണ്ട് ആയിരിക്കും. 1.7 താഴെയാണ് നമുക്ക് വാല്യൂ കിട്ടുന്നതെങ്കിൽ, മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതെങ്കിൽ അത് സഹസംയോജക സ്വഭാവമുള്ളവയായിരിക്കും. അപ്പം നമ്മൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്